നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത്. കാരണം വർഷങ്ങളോളം സംസ്ഥാന ഭരണത്തിൻ്റെ അമരത്തിരുന്ന ഒരു നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ കേവലം പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള വലിയൊരു കേസായി മാറിയിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ നേതാവിൻ്റെ മകളുടെ കമ്പനിയെയും അതിലേക്ക് ഒഴുകിയെത്തിയ കോടികളുടെ കണക്കുകളെയും ഒക്കെ തന്നെ കുറിച്ചായിരുന്നു വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഈ തട്ടിപ്പ് ശൃംഖലയിൽ മരുമകനായിട്ടുള്ള MLAയ്ക്കും നേരിട്ട് പങ്കുണ്ടെന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതോടെ ഈ സംഗതി ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇതൊരു സാധാരണ അഴിമതിയല്ല, മറിച്ച് അധികാരത്തിൻ്റെ തണലിൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വലിയൊരു കൊള്ളയാണെന്ന യാഥാർത്ഥ്യം അത് ജനങ്ങൾക്കും പാർട്ടി അണികൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ആദർശവും തത്വചിന്തയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിൽ പാർട്ടിക്കായിട്ട് ചോരയും നീരും നൽകി പ്രവർത്തിച്ച സാധാരണക്കാരായിട്ടുള്ള അണികളെ സംബന്ധിച്ച് നേതാക്കളുടെ ഈ വിവരങ്ങളൊക്കെ തന്നെ വലിയൊരു ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്ത ജനകീയ പ്രതിച്ഛായയും വിശ്വാസ്യതയുമൊക്കെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു വീണ് നിലംപരിശായ അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നിൽക്കുന്നത്. ഭരണത്തിലിരുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ നേതാവിനെതിരെ ഇപ്പോൾ ഉള്ളത്. വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലം മുതൽ തന്നെ ഇതിൻ്റെ വിത്തുകൾ പാകിയിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നത്. അന്ന് മുതൽ തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായി പല വഴിക്ക് ഒഴുകിയെത്തിയ അനധികൃതമായിട്ടുള്ള പണം വെളുപ്പിച്ചെടുക്കാനാണ് മകളുടെ പേരിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ നികുതി പണവും സംസ്ഥാനത്തിൻ്റെ പൊതുസ്വത്തും ഉപയോഗിച്ച് പടുത്തുയർത്തിയ ഈ സാമ്പത്തിക സാമ്രാജ്യം ഒടുവിൽ ഇപ്പോൾ തകർന്നടിയുമ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കാതെ നേതൃത്വം നിന്ന് വിറയ്ക്കുകയാണ്. അഴിമതിയുടെ വ്യാപ്തി പ്രതീക്ഷിച്ചതിലുമൊക്കെ തന്നെ വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നേതാവിനെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ശക്തമായി ഉയർന്നു തുടങ്ങിയത്. കേന്ദ്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി തന്നെ പത്രക്കുറിപ്പ് പുറത്തിറക്കിയതോടെ കേസിന് വലിയൊരു നിയമപരമായിട്ടുള്ള അടിത്തറ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണം വെറും ഒരു രാഷ്ട്രീയ നാടകമല്ലെന്നും കൃത്യമായ തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഓരോ നീക്കങ്ങൾ നടക്കുന്നതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ആ ചോദ്യം ചെയ്യലുകൾ. ഈ കേസിൽ നിർണായക തെളിവായിട്ടുള്ള ഡയറി കുറിപ്പുകളും പണമിടപാട് രേഖകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തതോടെ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. മലബാർ മേഖലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെയും ഈ കുടുംബത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള വ്യവസായികളെയും ഒക്കെ തന്നെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സ്വന്തം പേരിലും കമ്പനിയുടെ പേരിലുമൊക്കെ തന്നെ വന്ന കോടികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ഈ നേതാവിൻ്റെ മകൾക്കോ കുടുംബത്തിനോ സാധിച്ചില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഈ മൗനം കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരുമൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഈ കേസിന് മറ്റൊരു വിദേശ ബന്ധം കൂടിയുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സയുടെയും മറ്റ് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളുടെയും പേരിൽ കുടുംബസമേതം നടത്തിയ അടിക്കടിയുള്ള വിദേശ യാത്രകളൊക്കെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്തു നിന്നും മടങ്ങുമ്പോൾ സാധാരണ വഴികൾ ഒഴിവാക്കി ഗൾഫ് രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തത് കള്ളപ്പണം കൈമാറ്റം ചെയ്യാനായിരുന്നുവെന്ന് ചില മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ തുറന്നു പറയുന്നു. അമേരിക്കയിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് ഹവാല മാർഗത്തിലൂടെ കോടികൾ കടത്തുകയും അത് പിന്നീട് വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്ന ആരോപണം ഈ കേസിനെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതൊരു സാധാരണ സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയും ഒക്കെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമായി തന്നെ മാറിയതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളുടെയൊക്കെ തന്നെ ശ്രദ്ധയും ഈ കേസിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന മരുമകനായ MLA കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി തന്നെ ഈ ഇടപാടുകൾക്കായിട്ട് പ്രവർത്തിച്ചിരുന്നുവെന്ന് ED നടത്തിയ പരിശോധനകളിലൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. വെറും ഒരു വ്യക്തിഗത അഴിമതി എന്നതിനപ്പുറമായിട്ട് കുടുംബം ഒന്നാകെ ചേർന്ന് നടത്തിയ ആസൂത്രിത കൊള്ളയുടെയൊക്കെ തന്നെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള കമ്പനികൾക്ക് പണം നൽകിയ പ്രമുഖ വ്യവസായികൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ തങ്ങൾ പണം നൽകിയത് മകളുടെ കമ്പനിയുടെ സേവനം കണ്ടിട്ടല്ലെന്നും ഭരണം കൈയാളിയ പ്രമുഖ നേതാവിൻ്റെ സ്വാധീനം കണ്ടിട്ടാണെന്നും ഇവിടെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. മുൻപ് പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്ന മറ്റു പല വൻകിട അഴിമതി ആരോപണങ്ങളെയും ശരിവയ്ക്കുന്ന തലത്തിലാണ് നിലവിലെ അന്വേഷണ പുരോഗതിയൊക്കെ തന്നെ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് വെറും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ഇതിലും ഞെട്ടിക്കുന്നതായിരിക്കുമെന്നും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന നേതാവിനെയും കുടുംബത്തെയും തുടർന്നും സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ പാർട്ടിക്കും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഏതായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മുന്നിലും പാർട്ടിയുടെ മാനം അത് പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നേതാവിൻ്റെ രാജി മാത്രമാണ് ഏക വഴിയെന്ന് ഭൂരിഭാഗം നേതാക്കളും ഇവിടെ കരുതുകയാണ്. പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടാകുന്ന കടുത്ത പ്രതിഷേധം അത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്.
ഇനി എത്രയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും നിയമത്തിൻ്റെ പിടിയിൽ നിന്നും ഈ നേതാവിനും കുടുംബത്തിനും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം പാർട്ടി നേതൃത്വം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.